തിരുവനന്തപുരത്ത് വീണ്ടും സീറ്റ് നിഷേധിച്ചു എന്ന ആരോപണം, അതേ തുടർന്ന് ആത്മഹത്യാ ശ്രമവും ഉണ്ടായിരിക്കുന്നു. നെടുമങ്ങാട് നഗരസഭയിലേക്ക് ഉള്ള മത്സരത്തിൽ സീറ്റ് നിഷേധിച്ചതിൽ ആണ് ബി.ജെ.പി. പ്രവർത്തകയായ ശാലിനി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. വാർഡ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ശാലിനി അപകടനില തരണം ചെയ്തതായാണ് ഇപ്പോൾ ബന്ധുക്കൾ അറിയിച്ചിട്ടുള്ളത്. സാരംഗ് സുധാകരനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. സാരംഗ്, നിലവിൽ ഒരു ബി.ജെ.പി. പ്രവർത്തകൻ മനംനൊന്ത് ആത്മഹത്യ ചെയ്ത സംഭവമുണ്ട്. അത് പാർട്ടി നിഷേധിക്കുകയാണ്. പാർട്ടിക്ക് ഇയാളുമായി ബന്ധമൊന്നുമില്ല, ആനന്ദ് പാർട്ടി നേതാവല്ല എന്നൊക്കെയാണ് പാർട്ടി പറയുന്നത്. അതിനിടയിലാണല്ലോ ഇപ്പോൾ ബി.ജെ.പിയെ കൂടുതൽ കുരുക്കിലാക്കുന്ന മറ്റൊരു ആത്മഹത്യാ ശ്രമം ഉണ്ടായിട്ടുള്ളത്. ശാലിനി സജീവ പാർട്ടി പ്രവർത്തകയായിരുന്നോ? എന്താണ് അറിയാൻ സാധിക്കുന്നത്? അഭിലാഷ്, തീർച്ചയായും ഇത്തരത്തിലൊരു ബി.ജെ.പിയിൽ തന്നെ തുടർച്ചയായി ഇങ്ങനൊരു ആത്മഹത്യാ സംഭവങ്ങൾ തുടർച്ചയായി വരുന്നത് നേതൃത്വത്തിൽ തന്നെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് രണ്ടാമത്തെ തൊട്ടടുത്ത ദിവസമായിരുന്നു, കഴിഞ്ഞ ദിവസമായിരുന്നു ഈ ഒരു ആത്മഹത്യ നടന്നു. പിന്നീട് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തത്. ഇപ്പോൾ ആത്മഹത്യാ ശ്രമമാണ് നടന്നിരിക്കുന്നത്. ശാലിനി എന്ന ഈ ഒരു നേതൃസ്ഥാനത്ത്, അതായത് ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ടിക്കറ്റ് ലഭിക്കാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടിരുന്നു. പക്ഷേ അത് ലഭിച്ചില്ല. അതിനെ തുടർന്നുള്ള ഒരു മനോവിഷമം, ആ ഒരു മനോവിഷമമാണ് ഇപ്പോൾ ഈ ഒരു ആത്മഹത്യാ ശ്രമത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ആരോഗ്യനില തൃപ്തികരമാണ്. ഈ ഒരു അപകടനില തരണം ചെയ്തിരിക്കുന്നു എന്നാണ് ഡോക്ടർമാരടക്കം പ്രതികരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഒരു ആത്മഹത്യ നടന്ന് അത് 24 മണിക്കൂർ പോലും കഴിയുന്നതിന് മുൻപേ ആണ് അടുത്തൊരു ആത്മഹത്യാ ശ്രമം നടക്കുന്നത്. ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ ബി.ജെ.പിക്ക് വലിയ രീതിയിലൊരു കോട്ടം സംഭവിക്കാനുള്ള സാധ്യത ചൂണ്ടിക്കാണിക്കുന്നു. മാത്രമല്ല ഇതിനു മുൻപ് തന്നെ നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞ പോലെ തന്നെ തിരുമല അനിൽ ഇപ്പോൾ ശാലിനിയിലേക്ക് എത്തി നിൽക്കുന്ന ഈ ഒരു ആത്മഹത്യയിലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഈ ഒരു തെരഞ്ഞെടുപ്പ് അത് ബി.ജെ.പി. നേതൃത്വത്തിന് വലിയൊരു തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഭാഗ്യവശാൽ ഈ ശാലിനിക്ക് മരണം സംഭവിച്ചില്ല. അതായത് ആത്മഹത്യാ ശ്രമത്തിലേക്ക് മാത്രം കാര്യങ്ങൾ എത്തി എന്ന് പറയുക, കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചതുകൊണ്ടും വൈദ്യസഹായം ലഭിച്ചതുകൊണ്ടും മരണം സംഭവിച്ചില്ല എന്നത് മാത്രമാണ് ഇതിലൊരു ആശ്വാസകരമായ ഒരു വാർത്ത എന്ന് പറയുന്നത്. പക്ഷേ തുടർച്ചയായി ഈ ഒരു തിരുവനന്തപുരം നഗരസഭയിൽ തന്നെ ഈ ഒരു സീറ്റ് നിഷേധത്തെ തുടർന്ന് രണ്ടാമത്തെ ഒരു ആത്മഹത്യാ ശ്രമം നടക്കുന്നു. അത് ഈ ഒരു ബി.ജെ.പി. നേതൃത്വത്തിന് വലിയൊരു ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു കൃത്യമായി, അതായത് മുൻനിര പ്രവർത്തന നിരയിൽ നിൽക്കുന്ന പലരെയും ഈ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിൽ പരിഗണിച്ചില്ല എന്നൊരു ആരോപണം പല ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നുണ്ട്. അത്തരത്തിൽ അങ്ങനൊരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു ആത്മഹത്യാ പ്രവണതയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. മുൻപെങ്ങും കേരളത്തിൽ എവിടെയും ഇത്തരത്തിലുള്ള ഒരു മറ്റൊരു മുന്നണിയിൽ പോലും ഈ ഒരു സീറ്റ് നിഷേധത്തെ തുടർന്ന് ഇങ്ങനെ തുടർച്ചയായ പല നേതാക്കന്മാർ, അതായത് പ്രാദേശികമായി പ്രവർത്തിക്കുന്ന പ്രവർത്തകരടക്കം ഈ ഒരു ആത്മഹത്യയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇത് മാത്രമല്ല, ഈ ഒരു തൊട്ടു മുൻപ് പറഞ്ഞ പോലെ തന്നെ മറ്റ് മാഫിയ നേതൃത്വത്തിലടക്കം പിടികൂടിയിരിക്കുന്ന പല ശക്തികളെയും ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്ന ആത്മഹത്യ അടക്കം. അതും ഇതും കൂട്ടി വായിക്കുമ്പോൾ ഈ ഒരു തിരുവനന്തപുരം നഗരസഭയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ബി.ജെ.പിക്ക് കുറച്ചുകൂടി കട്ടയാവും. കാരണം മറ്റ് നേതൃത്വം അടക്കം ഈ ഒരു വിഷയം ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. ഈ ഒരു നേതൃത്വത്തിന് അകത്തുള്ള ഒരു അച്ചടക്കക്കുറവ് മാത്രമല്ല, ഈ ഒരു നേതൃത്വത്തിന്റെ ഒരു പാളിച്ച, സ്ഥാനാർത്ഥി നിർണയത്തിലടക്കമുള്ള ഒരു പാളിച്ച അതിൽ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മറ്റ് മുന്നണികളിലടക്കം. മാത്രമല്ല, ഇപ്പോൾ ആശ്വാസകരമായ ഒരു സ്ഥിതി എന്ന് പറയുന്നത് മരണപ്പെട്ടിട്ടില്ല. അതായത് അപകടനില തരണം ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഭിലാഷ്, യെസ്, എന്തായാലും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒന്നാണിത്. ബി.ജെ.പിക്കകത്ത് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നു. അതിപ്പോൾ എല്ലാ പാർട്ടിയിലും ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇപ്പോഴിതാ ഒരു ആത്മഹത്യാശ്രമം കൂടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അതാകട്ടെ മറ്റൊരു ആത്മഹത്യ വാർത്ത, അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സമയമാണ്. അത് ബി.ജെ.പി. സീറ്റ് നൽകാത്തതിനെ തുടർന്ന് മനം നൊന്ത് ആത്മഹത്യ ചെയ്തത് RSSന്റെ നേതാവ് കൂടിയായിട്ടുള്ള ആനന്ദായിരുന്നു. ആനന്ദിന്റെ പോസ്റ്റ്മോർട്ടം ഇന്നാണ് നടക്കുന്നത്. ആനന്ദിന്റെ മരണത്തിൽ അസ്വാഭാവികമായ മരണം എന്ന നിലയിൽ കേസെടുത്തിട്ടുണ്ട് ഇപ്പോൾ പൂജപ്പുര പോലീസ്. ആനന്ദിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ ആരോപണ വിധേയരായവരെക്കുറിച്ചുള്ള അന്വേഷണവും പോലീസ് നടത്തുന്നുണ്ട്. എന്നാൽ ആനന്ദിന് ബി.ജെ.പിയുമായോ RSSുമായോ ബന്ധമില്ല എന്നാണ് പാർട്ടി നേതൃത്വം ഇപ്പോൾ പറയുന്നത്. സാരംഗ് തുടരുന്നുണ്ട്. പാർട്ടി നേതൃത്വം അങ്ങനെ പറയുമ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നത് RSSും ബി.ജെ.പിയുമായി ബന്ധം പുലർത്തിയിരുന്ന ആൾ തന്നെയാണ് ആനന്ദ് എന്നല്ലേ സാരംഗ്?
തീർച്ചയായും. കാരണം ഈ ഒരു ആത്മഹത്യ കുറിപ്പിലടക്കം കൃത്യമായി പേരുകൾ രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു ആനന്ദ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല വെറുതെ, അതായത് സ്ഥാനാർത്ഥി നിർണയത്തിൽ പാകപ്പിഴയുണ്ടായി, തനിക്ക് ഈ ഇത്തരത്തിലൊരു അവസരം നൽകിയില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ല. മാത്രമല്ല ഈ ഒരു നേതൃത്വത്തിൽ പ്രാദേശിക ഘടകത്തിലടക്കം ഈ ഒരു പ്രദേശവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മണ്ണ് മാഫിയയുടെ അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത്. അത് ഈ ഒരു നേതൃത്വവുമായി നേരിട്ട് ബന്ധമുണ്ട്. ആ മാഫിയയുടെ നോമിനിയായിട്ടാണ് ഇപ്പോൾ അവിടെ BJP ഒരു സ്ഥാനാർത്ഥിയെ നിർണയിച്ചിരിക്കുന്നത്. മറ്റ് പ്രവർത്തനങ്ങളോ ഒന്നും തന്നെ പരിഗണിച്ചില്ല എന്നടക്കമുള്ള വളരെ വലിയൊരു ഗുരുതരമായ ആരോപണങ്ങളടക്കം ആരോപിച്ചുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഇതിൽ BJPക്ക് അത്ര പെട്ടെന്ന് എളുപ്പത്തിൽ കാര്യങ്ങൾ ഇത്തരത്തിൽ രക്ഷപ്പെടാൻ പറ്റില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം സജീവ പ്രവർത്തകനാണെന്നാണ് ഇപ്പോൾ മറ്റ് നേതൃത്വങ്ങൾ, അതായത് ഇടതുമുന്നണി അടക്കം പറയുന്നത്. ഈ ഒരു പ്രാദേശിക തലത്തിലടക്കം RSS തലത്തിലടക്കം വളരെ മികച്ച രാഷ്ട്രീയ പ്രവർത്തനമടക്കം കാഴ്ചവെച്ചൊരു വ്യക്തിയായിരുന്നു. മാത്രമല്ല ഈ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം ഇദ്ദേഹത്തിന്റെ പേര് ഉന്നയിച്ചിരുന്നു. പക്ഷേ അത് പിന്നീട് തഴയപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ BJP നേതൃത്വം പറയുന്നത് ഇയാൾ BJP പ്രവർത്തകനല്ല, RSSുമായി മുൻകാലങ്ങളിൽ പ്രവർത്തിച്ചിരുന്നു, പക്ഷേ ഇപ്പോൾ സജീവ പ്രവർത്തകനല്ല, അത്തരത്തിൽ യാതൊരുവിധ ബന്ധവും BJPയുമായി ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ഈ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിൽ 500 പേരുടെ അടക്കം ഒരു പട്ടിക ഉണ്ടായിരുന്നു. ആ പട്ടികയിൽ പോലും ഇദ്ദേഹത്തിന്റെ പേരുണ്ടായിരുന്നില്ല എന്നായിരുന്നു ഇന്നലെ കരമന അടക്കം പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് പക്ഷേ അത്ര എളുപ്പത്തിൽ ഈ ഒരു ആത്മഹത്യയിൽ BJPക്ക് കാര്യങ്ങൾ എളുപ്പമാവില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ഇപ്പോൾ പൂജപ്പുര പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഭാര്യയുടെയും മറ്റ് കുടുംബാംഗങ്ങളുടെ അടക്കം മൊഴി രേഖപ്പെടുത്തും. ഒപ്പം തന്നെ ഈ ഒരു ആരോപണ വിധേയരായ കൃഷ്ണകുമാർ, ഗോപകുമാർ അടക്കം ഉള്ള ആൾക്കാരെ, അതായത് ഈ RS നേതൃത്വ നിരയിലുള്ള നേതാക്കന്മാരെ അടക്കം ചോദ്യം ചെയ്യും. തുടർന്നായിരിക്കും ഈ ഒരു ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തൊക്കെ ആയിരിക്കും എന്ന് കണ്ടെത്താൻ കഴിയുക. മാത്രമല്ല ഈ ഒരു മാഫിയ ബന്ധമടക്കം ഈ ഒരു നേതൃത്വത്തിനടക്കം ആരോപിച്ച സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമാവാനാണ് സാധ്യത. കാരണം തിരുവന അനിലിന്റെ അടക്കം ആത്മഹത്യയിൽ BJP നേതൃത്വം വലിയ പ്രതിസന്ധി നേരിട്ടിരുന്നു. ഈ ഒരു സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് BJPയുടെ പ്രവർത്തകരടക്കം പണം തിരിച്ചടക്കാത്തത് കൊണ്ടാണ് തനിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് എന്നടക്കം തിരുമല അനിലിന്റെ ആത്മഹത്യക്കുറിപ്പുണ്ടായിരുന്നു. അതും നേതൃത്വത്തിനെതിരായിരുന്നു. ഇപ്പോൾ ഈ ആനന്ദിന്റെ ആത്മഹത്യയിലും BJP നേതൃത്വത്തിനെതിരെ കൃത്യമായ ആരോപണങ്ങളുണ്ട്. കൃത്യമായ ആത്മഹത്യാക്കുറിപ്പിൽ വിവരിച്ചുകൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ രണ്ട് ആത്മഹത്യ, ഇന്നത്തെ ആത്മഹത്യാ ശ്രമവും എല്ലാം BJPക്ക് വലിയ തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് പ്രതിരോധം സൃഷ്ടിച്ച് മുന്നോട്ട് പോകാനായിരിക്കും BJP നേതൃത്വം ശ്രമിക്കുക. നിലവിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. മൃതദേഹം ഇപ്പോഴും SK ഹോസ്പിറ്റലിൽ തന്നെ തുടരുകയാണ്. അവിടെ ഇൻക്വസ്റ്റ് നടപടികൾ 9 മണിയോടുകൂടി ആരംഭിക്കുമെന്നാണ് നമുക്ക് ലഭിച്ച വിവരം. അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കും. അതിനുശേഷമായിരിക്കും ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, തന്റെ മൃതദേഹം എവിടെ സംസ്കരിച്ചാലും ഒരു RSS പ്രവർത്തകനെ പോലും കാണിക്കാൻ പാടില്ല. ഈ ഒരു RSS അതായത് RS പ്രവർത്തനായതാണ് താൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്നടക്കമായിരുന്നു. അത്ര വൈകാരികമായിരുന്നു അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പിലടക്കമുള്ളത്. അതുകൊണ്ട് അത്ര എളുപ്പത്തിൽ BJP നേതൃത്വത്തിന് ഈ ഒരു വിഷയത്തിൽ പ്രതിരോധം സൃഷ്ടിക്കുക എന്നത് എളുപ്പമായിരിക്കില്ല. കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ പാർട്ടി തലത്തിലടക്കം അന്വേഷണം ഉണ്ടാകാനാണ് സാധ്യത. നിലവിൽ ഇത്തരത്തിലൊരു സാഹചര്യത്തിലൂടെ മുതിർന്ന നേതാക്കളടക്കം കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. ഈ പോലീസ് അന്വേഷണത്തിൽ മാത്രമായിരിക്കും ഇനി കൂടുതൽ വിവരങ്ങൾ വ്യക്തമാവുക. അഭിലാഷ്.